അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജയിലിലിരുന്ന് ഭരിക്കാൻ കഴിയുമോ? ഇതു സംബന്ധിച്ച ചർച്ചയാണ് ഇപ്പോൾ വ്യാപകമായി നടക്കുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ട അരവിന്ദ് കെജ്രിവാൾ ജയിലിലിരുന്ന് ഭരിക്കുമെന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കളും ഡൽഹിയിലെ മന്ത്രിമാരുമൊക്കെ പറയുന്നത്. ഇത് സാധ്യമാണോ? ഇതിനു തൊട്ടു മുമ്പ് ഏതാണ്ട് ഈ വർഷം ആദ്യം ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ED അറസ്റ്റ് ചെയ്തിരുന്നു. അതും അഴിമതി കേസിലായിരുന്നു. ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യുമെന്ന പ്രതീതി ഉണ്ടായതോടെ ഇതേ ചോദ്യം ഉയർന്നിരുന്നു. പക്ഷേ അറസ്റ്റിന് തൊട്ടു മുമ്പ് അദ്ദേഹം രാജിവെക്കുകയായിരുന്നു ചെയ്തത്. പിന്നീട് ആ പാർട്ടിയുടെ മറ്റൊരു നേതാവിനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തു. പക്ഷേ ഡൽഹി മുഖ്യമന്ത്രി ജയിലിലിരുന്ന് ഭരിക്കുമെന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ പറയുന്നത്. അറസ്റ്റ് ചെയ്ത രാത്രി തന്നെ ഡൽഹിയിലെ സുപ്രീം കോടതിയെ സമീപിച്ച ഇന്ന് തന്നെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് നടന്നിരുന്നില്ല. വ്യാഴാഴ്ച രാത്രി തന്നെ കേസ് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതി വെക്കേഷൻ ഓഫീസറെ ആം ആദ്മി പാർട്ടി സമീപിച്ചെങ്കിലും രാത്രി തന്നെ കേസെടുക്കാൻ കോടതി വിസമ്മതിക്കുകയായിരുന്നു. അതേസമയത്ത് മറ്റു പല റയറസ്റ്റായ ചില കേസുകളിൽ സുപ്രീം കോടതി അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനുള്ള മുഖ്യമന്ത്രിക്ക് ജയിലിൽ നിന്ന് ഭരിക്കാൻ കഴിയുമോ എന്ന സാങ്കേതിക പ്രശ്നമാണ് ഇവിടെ ഉയർത്തുന്ന ചോദ്യം. ജയിലിലെത്തിയാൽ ജയിലിലെ നിയമമാണ് കേജ്രിവാൾ അനുസരിക്കേണ്ടത്. അതുപ്രകാരം ഒരു ജയിലിൽ കഴിയുന്ന ഒരാൾക്ക് ഒരാഴ്ചയിൽ 2 തവണ വിസിറ്റേഴ്സിനെ കാണാൻ പറ്റും. രാവിലെ 9 മുതൽ 12 വരെയാണ് വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നത്. ഒരേ സമയം പരമാവധി 3 വിസിറ്റർമാരെ മാത്രമേ അനുവദിക്കുന്നുള്ളൂ. ഒരാഴ്ചയിൽ 2 തവണ 10 പേരെയാണ് കാണാൻ അനുവദിക്കുന്നത്. ജയിലിലെ നടപടിക്രമം പ്രകാരം ജയിലിൽ നിന്ന് ഒരു മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ കഴിയില്ല. അതേസമയം തന്നെ ഒരു കേസിൽ ശിക്ഷിക്കപ്പെടാതെ ജയിലിൽ കഴിയുന്നതുകൊണ്ട് മാത്രം സാങ്കേതികമായി അദ്ദേഹം മുഖ്യമന്ത്രി പദം രാജിവെക്കേണ്ട ആവശ്യവുമില്ല. ഭരണഘടന ഇതിനെക്കുറിച്ച് വ്യക്തമായി സൂചിപ്പിക്കാത്തതാണ് കാരണം. അതേസമയം തന്നെ ഇതിനൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനാണ് ആം ആദ്മി പാർട്ടി ശ്രമിക്കുന്നത്. അത് പക്ഷേ എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ആം ആദ്മി പാർട്ടി ഉയർന്നു വന്നത്. ഇവിടെ വ്യക്തമായും ED 9 തവണ ഹാജരാവാനുള്ള നോട്ടീസ് നൽകിയതിന് ശേഷമാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അതും കോടതി അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ അപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ED അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ പ്രതികളാക്കപ്പെട്ട ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയും മറ്റൊരു മന്ത്രിയും ഇപ്പോഴും ജയിലിലാണ്. അവർക്ക് ജാമ്യം പോലും കോടതി നൽകിയിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ അഴിമതി വിരുദ്ധ പാർട്ടി എന്ന പ്രതിച്ഛായ നഷ്ടപ്പെട്ട ആം ആദ്മി പാർട്ടിക്ക് എത്ര കാലം ജയിലിനകത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് ജയിലിനകത്ത് നിന്നുകൊണ്ട് ഭരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു വിഷയം. ഇതിൻ്റെ മറ്റൊരു വശം, സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ ആം ആദ്മി പാർട്ടിക്ക് അരവിന്ദ് കെജ്രിവാളിന് മാത്രം ആശ്വാസമാകും. ഒരു രക്തസാക്ഷി പരിവേഷം നേടാനായിരിക്കും ആം ആദ്മി പാർട്ടി ശ്രമിക്കുക. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ MalayaliNewsLive.com സബ്സ്ക്രൈബ് ചെയ്യുക.